എന്തിനാ വാതിലടച്ച് കൊടുത്തിട്ട്? എന്താ പേടിച്ചു പോയോ? പുറത്ത് ഭയങ്കര തള്ള്. ശോഭന കാണാനുള്ളവരാ, മുഴുവൻ പെൺകുട്ടികളാണല്ലോ. കോളേജിലെ ഷൈനിങ് ഫിഗർ അല്ലേ, മിമിക്രിയും ക്രിക്കറ്റും ഒക്കെ ആയിട്ട്. അതുകൊണ്ടായിരിക്കും പെൺകുട്ടികൾക്ക് ഇത്രയും ആരാധനയും സ്നേഹവും. ഞാൻ കാരണം ഒരുപാട് വേദനിച്ചു അല്ലേ? സോറി, മാപ്പ് ചോദിക്കാനാ വന്നത്. മാപ്പോ? അതിന് വിനു അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തില്ലല്ലോ. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും തെറ്റ് തെറ്റെന്നല്ലേ. മാപ്പ് തന്നോന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. വിനുവിനെ കാണുമ്പോ ചിലതൊക്കെ പറയണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു. വിരോധമില്ലെങ്കിൽ. എന്താ ശോഭൻ? വിനു അറിയാതെയാണോ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണോ എന്നെനിക്കറിയില്ല. നോക്കൂ ശോഭൻ, മുഖവരെ എനിക്കിഷ്ടല്ല. നേരെ ചൊവ്വയെല്ലാം തുറന്നു പറയാൻ എന്തിനാ മടിക്കുന്നേ? അത് പിന്നെ ഡോക്ടർ വരുന്നുണ്ടെന്ന് പുറത്തു പോണം. അവൾ എന്റെ കയ്യിലെ കടിച്ചിരുന്നെ ഞാൻ തിരിച്ചു പിടിച്ച് കടിച്ചേനെ. ഒരു വിരലിന് പോലെ 5 വിരലും അവിടെ കളിച്ചിരുന്നോ? അവൾ വരുന്നുണ്ട് അവിടെ. കേട്ടോ രൂപ ഒരു പെണ്ണിന്റെ ആണെങ്കിലും ആണിന്റെ കരുത്താ. വെറുതെ അല്ല, മനുഷ്യരക്തമല്ലേ ഭക്ഷണം. നോക്കി പേടിപ്പിക്കല്ലേ, ഞാൻ ദഹിച്ചു പോകും. രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഓർത്തോ, നോവ് കൊണ്ട പാമ്പായി ബിനു. തന്നെ വീഴ്ത്തിയിട്ടേ ഞാൻ അടങ്ങും. എടി പെണ്ണേ, നീ അങ്ങ് കോട്ടാണെന്ന് ഇപ്പൊ നീയല്ല, നിന്റെ അമ്മൂമ്മ കുഞ്ഞിക്കാളും അമ്മ ചുടലേൻ എണീറ്റ് വന്നാലും ഈ ജിത്തുവിനെ ഒരു ചുക്കും ചെയ്യാൻ ഒക്കില്ല. ബൈ. നീ അതിന് ഒരു വർഷം കടലാസിൽ കുറിച്ചിങ്ങിത്താ. നമുക്കത് ഈ മാസികയിലെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാന്ന് പറഞ്ഞ പങ്ക്തിയിലേക്ക് അയച്ചു കൊടുക്കാം. മണ്ണാൻ കട്ട സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണ് അവന്റെ വളിച്ച തമാശ. സീരിയസ് ആണെന്ന് എനിക്ക് കൂടി തോന്നണ്ടേ? നിന്റെ ഈ പരവേശവും പരിഭ്രമവും ഒക്കെ ഇതിനു മുമ്പ് ഞങ്ങൾ എത്ര കണ്ടതാ. നിനക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇത് അതുപോലെയല്ലടാ. എനിക്ക് അവളെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, നെഞ്ചു നിറച്ചു. അതൊന്നും അവളെ എങ്ങനെ അറിയിക്കുന്ന എനിക്ക് പിടികിട്ടാത്തത്. വാ വിളിച്ച് എന്തെങ്കിലും വഴി പറഞ്ഞു. അതിനാണോ ഇത്ര പ്രയാസം? നിന്റെ ഹൃദയസ്പന്ദനങ്ങൾ ഒരു താളിയോലയിൽ പകർത്തി അങ്ങ് കൂടെ, അത്ര തന്നെ. അതൊക്കെ പഴഞ്ഞ ഏർപ്പാടല്ലേ. പുതിയ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? അതിനവളുടെ വീട്ടിൽ ഫോണുണ്ടോ? നീ ഒന്ന് ഫോണുണ്ടോ? പുതിയ നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താണ്? 2244. നിന്റെ അമ്മയുടെ തല. ഹലോ, ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? തമ്മിൽ കാണുമ്പോഴൊക്കെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ബിനുവിന്റെ റിപ്ലൈ അതൊരു നെഗറ്റീവ് ആണെങ്കിൽ താങ്ങാനുള്ള ശേഷിയില്ല എനിക്ക്. അതുകൊണ്ടാ ഇങ്ങനെ ഒരു വേഷം കെട്ടിയത്. ഈ വളിച്ച കോമാളിത്തമൊക്കെ ബിനുവിന് ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ എന്ത് ചെയ്യാ? എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ നെഞ്ചു കഴിഞ്ഞു. ഒരു മറുപടി എത്രയും വേഗം പ്രതീക്ഷിക്കട്ടെ. ശോഭൻ കാസറ്റ് കണ്ടു. പെർഫോമൻസ് ഗംഭീരമായി. ശോഭൻ എന്നെ ഇഷ്ടപ്പെടണമെന്ന കാര്യം വളരെ മുമ്പേ തന്നെ എനിക്കറിയാമായിരുന്നു. അത് ശോഭൻ എന്ന് തുറന്നു പറയാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. എനിക്കും ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം, ഈ വിവരം തൽക്കാലം ആരും അറിയരുത്. കാരണം മറ്റൊന്നല്ല, എന്റെ വീട്ടിലെ സ്ഥിതി അറിയാമല്ലോ. മുൻകോപിയായ അച്ഛൻ, എന്തിനും പോന്ന 4 സഹോദരങ്ങൾ. കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. ദിവസവും കാണണം, സംസാരിക്കണം.
എടാ ശോഭ, എന്ത് പറ്റി നിനക്ക്? റിഹേഴ്സൽ നടക്കുന്നത് കണ്ടില്ലേ? കോളേജിന്റെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ 2 ദിവസം കൂടെ ഉള്ളൂ. ഗാനമേളക്കുള്ള ഒറ്റ പാട്ട് പോലും സെറ്റ് ആയിട്ടില്ല. അതിനിടയിൽ അവന്റെ അമ്മൂമ്മയുടെ ഒരു ഡാൻസ് പ്ലാൻ പിടിച്ചോളൂ നിനക്ക്. അതേടാ പ്രാന്ത, മുഴുപ്രാന്ത്. പെണ്ണെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ തെമ്മാടിത്തം ഇത്തിരി കൂടുന്നുണ്ട്. ജിത്തുവിനെ കുറിച്ച് നീ എന്താ ധരിച്ചിരിക്കുന്നേ? നിങ്ങൾക്കൊക്കെ അയാൾ വലിയ ഗാനഗന്ധർവനായിരിക്കാം. എനിക്ക് അയാൾ അംഗീകരിക്കാനാവില്ല. നീ അംഗീകരിച്ചില്ലെന്ന് വെച്ച് അയാൾക്ക് ഒരു ചുക്കും വരാനില്ല. 4 വർഷമായി അയാളാ ഈ കോളേജിലും ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനിലും ഫസ്റ്റ്. ഓഹോ, എങ്കിൽ നീ നോക്കിക്കോ. ഇക്കൊല്ലം ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിന് അയാൾ പോകില്ല. നാളെ സിൽവർ ജൂബിലി സെലിബ്രേഷനും അയാൾ പാടില്ല. ഹായ് നിലീന. ഹായ്. ഒരു മിനിറ്റ് നിന്ന്. എന്താ സുപ്രു? ഒരു 100 റുപ്പീസ് കടന്നു തരാമോ? നാളെ വെളുപ്പിന് തരാം. ഇതുപോലെ വെളുപ്പിന് തരാന്ന് പറഞ്ഞ് മുമ്പ് വാങ്ങിയതൊക്കെ ആദ്യം ഇന്നതാ. അയ്യടാ, നീ വാടി. നിക്ക്, നാളെ വല്ലടാ പിച്ചക്കാരെ പോലെ തണ്ടാൻ, അത് പെമ്പിളാരോട്. നിന്നോടൊക്കെ ചോദിക്കുമ്പോ വലിയ പേരിയല്ലേ, അപ്പൊ കിട്ടാവുന്നവരോട് ചോദിക്കും. അതിന് നിനക്കെന്താ? ചോദിച്ചിട്ട് എപ്പോഴാ ഞാൻ തരാതിരുന്നിട്ടുള്ളത്? പണത്തിന് നിനക്ക് ഇത്ര അത്യാവശ്യം എന്താണെന്ന് എനിക്കറിയണം. പല ആവശ്യങ്ങളും കാണും, അതൊക്കെ നിന്നെ ബോധ്യപ്പെടുത്തണോ? അവൻ എങ്ങോട്ടായി വെപ്പാളപ്പെട്ട് ഓടുന്നത്? നമ്മുടെ സുപ്രൂന് പഴയ ശീലം വീണ്ടും തുടങ്ങിയെന്നാ തോന്നുന്നത്. നേരാണോ നീ പറയുന്നത്? പ്ലീസ് പ്രദീപ്, എന്റെ കയ്യിൽ കാശില്ലാത്തോണ്ടാ. ഒരു പോക കടം താടാ. കാശ് ഞാൻ നാളെ തരാം, പ്ലീസ്. ഇന്ന് റൊക്കം, നാളെ കടം. ഈ ബിസിനസിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സാമാന്യ മര്യാദ കാട്ടണമെന്നാ റാം സാബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആര്? റാം സാബ്. കാശില്ലെങ്കിൽ പോടാ. എനിക്കിത് കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പ്ലീസ്. ചീ പോടാ. കൈ കാശില്ലെങ്കിൽ ഉള്ളപ്പോ പോച്ചാ മതി. പോടാ പോ. നന്ദിയില്ലാത്തവന്മാരെ, ഇത്രയും ദിവസം ഇല്ലാത്ത കാശുണ്ടാക്കി ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഇന്നിപ്പോ ഒരു ദിവസം കാശില്ലാതെ വന്നപ്പോ തരില്ല അല്ലേ? അയ്യോ ആണ്ടി, അയ്യോ ആണ്ടി. ജിത്തു, സോറി, റിയലി സോറി. നിങ്ങളുടെയൊക്കെ കണ്ണുവെട്ടിച്ച് ഞാൻ ഇനി അതൊരിക്കലും ഉണ്ടാവില്ല. സോറി ജിത്തു, ക്ഷമിക്കടാ. ജിത്തു, എന്തേത്? ഇതോ സുരേഷ്, സാറിന് അറിയാമല്ലോ, ഒരിക്കലും കോളേജിലോ ക്ലാസ്സിലോ വരാത്ത ഇവിടുത്തെ രേഖകളിൽ മാത്രമുള്ള വിദ്യാർത്ഥി. റാം സാബ് എന്ന് പറയുന്ന ഡ്രഗ്സ് മാഫിയ കിങ്ങിന്റെ കോളേജിലെ ബിസിനസ് ഏജന്റ്. ഒരിക്കലും ഇതിനെ കുറിച്ച് ഞാൻ സാറിന് മുന്നറിയിപ്പ് തന്നതാണ്. ഇനി അവന്റെ പേര് രജിസ്റ്ററിൽ നിന്ന് വിട്ടുനീക്കിയില്ലെങ്കിൽ ഞാനായിട്ട് ചെയ്യേണ്ടി വരും. ജിത്തു, അറിയാം റാം സാബിനെ കുറിച്ചും അയാളുടെ സ്വാധീനത്തെ കുറിച്ചും ആ പ്രതാപത്തിന് മുൻപിൽ മുട്ടുമടക്കേണ്ടി വരുന്ന സാറിന്റെ ഗതികേടിനെ കുറിച്ച് നന്നായി അറിയാം. പക്ഷേ ഇനിയും ഇവനെ ഇവിടെ തുടരാൻ അനുവദിക്കരുത്.
നൊട്ടോറിയസ് ക്രിമിനൽ എന്ന കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നൽകി ഈ ബാസ്റ്റേഡിനെ ഉടനെ കോളേജിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ. അതിന്റെ പേരിൽ സാറിന് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി പുറകിലുണ്ട്. चीज बड़ी है मस्त मस्त तू चीज बड़ी है मस्त चीज बड़ी है मस्त मस्त तू चीज बड़ी है मस्त उसका नाम क्या है जितू जितिन बाबू പാവം പയ്യൻ അവനെ റാം സാബിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ടാ അറിയാഞ്ഞിട്ടല്ല റാംജി, അവന്റെ കൂടെ ആളുകളുണ്ട്. അതിന്റെ അവന്റെ നെഞ്ചൊടിച്ച് കലക്കണം. മേലിൽ തന്നെ ക്യാമ്പസിനുള്ളിൽ കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന അവന്റെ ഭീഷണി. അരെ തു ക്യാ ബോലാ ബച്ചാ? പെട്ടെന്ന് ഒതുക്കിയില്ലെങ്കിൽ അവൻ കോളേജിലുള്ള നമ്മുടെ സകല പദ്ധതികളും തകർക്കും. ചുപ്പ് രേ സാലേ. പഹ്ലേ മേ ഉസ്കോ ദേഖോ. എനിക്കവനെ കാണണം. മിടുക്കനാണെങ്കിൽ പിടിച്ചെടുക്കണം, മുടിയനാണെങ്കിൽ ഒരുക്കി ഒതുക്കണം. അതാണ് റാം സാബിന്റെ പോളിസി. സംജ? जितिन बाबू फाइनल MA स्टूडेंट. Yes, you are absolutely right. ബച്ച, ഞാൻ നിന്നെ കാണാനാ വന്നത്. മേരാ നാം റാം സാബ്. സ്നേഹമുള്ളവർ റാംജി എന്ന് വിളിക്കും. സംജ? അച്ഛാ. ചൂപ്പ്. പിന്നെ ഞാൻ ഇവിടെ വന്ന ഉദ്ദേശവും പക്ഷെ ജിത്തുവിന് മനസ്സിലായി കാണും. വീട് കിട്ടിയില്ലെങ്കിലേ തുറന്നു പറയാം, ഞാനൊരു ചെറിയ ബിസിനസ്സുകാരനാണ്. മനസ്സിലായി. താൻ ചെയ്യുന്ന ഏത് ചെറ്റത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഭരണചക്രം തിരിക്കുന്നവരുടെ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി പാവം വിദ്യാർത്ഥികളുടെ ബുദ്ധിയും ശക്തിയും മരവിപ്പിച്ച് പവിത്രമായ ഈ കലാലയം ലഹരി മരുന്നുകളുടെ ഗോഡൌണാക്കി മാറ്റിയ ബ്ലഡി നൊട്ടോറിയസ് അണ്ടർവേൾഡ് ക്രിമിനൽ ഇപ്പൊ ഇവിടെ വന്നത് തന്റെ സാമ്രാജ്യത്തിൽ കടന്നാക്രമിച്ച എന്നെ തളയ്ക്കാൻ ടേക്ക് ശബ്ദം കുറച്ചു മതി. റാം സാബിനോട് സംസാരിക്കുന്നത് നോക്കണം. ഇത് ഞങ്ങളുടെ ക്യാമ്പസ് ആണെന്ന് താനും സൂക്ഷിച്ചോണം. മൂളി പേടിപ്പിക്കല്ലേ. ഈ കാണുന്ന വിദ്യാർത്ഥി വർഗം ഒന്ന് ആഞ്ഞു തുപ്പിയാൽ തെറിച്ചു പോകാവുന്നതേ ഉള്ളൂ തന്റെ സിംഹാസനങ്ങൾ. നേരിൽ ക്യാമ്പസിൽ കാലുകുത്തിയാലുണ്ടല്ലോ, രണ്ടു കാലിൽ നടന്നു പോകില്ല എന്നർത്ഥം. എങ്കിൽ വെട്ടാ. വിദ്യാർത്ഥികളുടെ നേരെ കൈ വെക്കുമ്പോ സൂക്ഷിച്ചു പൊക്കണം, അല്ലെങ്കിൽ ചിലപ്പോ പിന്നീട് പൊക്കാൻ ആ കൈ കണ്ടെന്ന് വരില്ല. മൈൻഡ് ഇറ്റ്.